അപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച കണക്റ്റഡ്നെസ്സിനെ റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് തിയറംസ് ആൻഡ് കണക്റ്റഡ് എന്താണെന്ന് ഒന്നുകൂടെ പറയാം. ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയ ഡെഫിനിഷൻ അബൌട്ട് കണക്റ്റഡ്. എ ഗ്രാഫ് ഈസ് സെറ്റ് ടു ബി കണക്റ്റഡ് if there is at least one path between every pair of vertices in that graph. If G is a graph. കഴിഞ്ഞ ദിവസത്തെ ഒരു എക്സാമ്പിൾ നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു. ഈ ഗ്രാഫ് ഞാൻ വരയ്ക്കുന്നത് 4 വെർട്ടിസസ് ഉള്ള ഒരു സിമ്പിൾ ഗ്രാഫാണ്. ഈ സിമ്പിൾ ഗ്രാഫിൽ ABCD 4 വെർട്ടിസസ് ഉണ്ട്. ഇതിൽ നമുക്കറിയാം AB ഒരു പെയറാണ്, വെർട്ടിസസ് പെയറാണ്. അതുപോലെ AC, AD അല്ലെ, അതുപോലെ തന്നെ BC വരുന്നത്, BD വരുന്നത്, BA, AB is also same as BA. അതുകൊണ്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതുന്നില്ല. Then CD. ഈ ഏത് പെയർ എടുത്താലും നമുക്ക് അതിൽ നിന്ന് ഒരു പാത്ത് ഉണ്ടാവും. A to B ഒരു എഡ്ജിന്റെ ഒരു പാത്ത് ഉണ്ട്. A to D there is another path of length 2. അത്തരത്തിലുള്ള ഗ്രാഫിനെയാണ് കണക്റ്റഡ് എന്ന് പറയുന്നത്. അതർവൈസ് there is ഒരു പാത്ത് രണ്ട് പെയർ ഓഫ് വെർട്ടിസസിനുള്ളിൽ നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ which means that graph is disconnected. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്ക് ഈ ഒരു G എന്ന ഗ്രാഫിനെ തന്നെ ഡിസ്കണക്ടിവിറ്റി കാണിക്കാനായിട്ട് മറ്റൊരു വെർട്ടെക്സിനെയും കൂടി ഞാൻ ആഡ് ചെയ്യാണ്. It's a graph with there is another vertex name as E. അപ്പൊ നമുക്ക് E എന്ന വെർട്ടെക്സിലേക്ക് ഒരു തരത്തിലും ഒരു പാത്ത് ഇവിടെ കാണാൻ പറ്റുന്നില്ല അല്ലെ. There is no edge incident with this vertex E and this graph name is H, and it is called a disconnected graph, and it has 2 components. The component 1 is ഈ ഒരു ഗ്രാഫ് ആണ്, and the another component is a null vertex E. ഇതാണ് ഡിസ്കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറയുന്നത്. അതായത് ഈ 1 എന്ന ഗ്രാഫിൽ നിന്ന് 2 എന്ന ഗ്രാഫിലേക്ക് ഒരു എഡ്ജ് നമുക്ക് ഇല്ല, അല്ലെങ്കിൽ പാത്ത്, അവിടെ ഒരു പാത്ത് കണക്ട് ചെയ്ത് ഇല്ല. സോ ഇറ്റ്സ് നോൺ ആസ് ഡിസ്കണക്റ്റഡ്. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതായിരുന്നു. അതിന്റെ എക്സാമ്പിൾസ് കണ്ടിരുന്നു. ഇന്ന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മറ്റൊരു സെക്ഷൻ. നമ്മൾ ഈ ചാപ്റ്ററിൽ ഒരു തിയറാണ് പഠിച്ചിട്ടുള്ളൂ. ഹാൻഡ് ഷേക്കിംഗ് തിയറം ഒരു റിസൾട്ട് പോലെയാണ് പഠിച്ചത്. അതിന്റെ കൂടെ ഒരു തിയറം ഉണ്ടായിരുന്നു. ഇത് അടുത്ത തിയറം 1.2. ഓക്കെ, തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാനൊന്ന് എഴുതാം, എന്നിട്ട് അതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. കണക്ടിവിറ്റി ബേസിലുള്ള ഒരു തിയറാണ്. എ ഗ്രാഫ് G is disconnected. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ആണ്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ ഇങ്ങനെ എഴുതാറുണ്ട്, IFF, ഇഫ് ആൻഡ് ഓൺലി ഇഫ്, അല്ലെങ്കിൽ അതിന്റെ ഡിനോട്ടേഷൻ ആയിട്ട് ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ് ബൈ. ഇതിൽ ഏത് നൊട്ടേഷൻ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇഫ് ആൻഡ് ഓൺലി ഇഫിന് നമുക്ക് ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒരെണ്ണം ഉപയോഗിക്കാം. ഇറ്റ്സ് വെർട്ടെക്സ് സെറ്റ്. ഇറ്റ്സ് വെർട്ടെക്സ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ G എന്ന ഗ്രാഫിന്റെ വെർട്ടെക്സ് സെറ്റ്. ആ വെർട്ടെക്സ് സെറ്റിന് പേര് കൊടുത്തിട്ടുണ്ട്. V, ക്യാപിറ്റൽ V, can be partitioned into 2 non-empty disjoint subsets V1, V2 such that there exist in the symbol ഉപയോഗിച്ചതാണ് കേട്ടോ. there exist in words എഴുതാം. there exist no edge in G whose one edge vertex is in subset V1 and the other subset in other
in subset V2. ഓക്കെ, ഇതാണ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഒരു ഗ്രാഫ് G ഈസ് ഡിസ്കണക്റ്റഡ് ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ആ ഗ്രാഫിൽ എന്തുണ്ടായിരിക്കണം? ഒരു വെർട്ടെക്സ് എന്താണെങ്കിലും, ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ആണെങ്കിലും കണക്റ്റഡ് ഗ്രാഫ് ആണെങ്കിലും ആ ഗ്രാഫിൽ വെർട്ടിസസിന്റെ ഒരു സെറ്റ് കാണും. എഡ്ജ് ഇല്ലെങ്കിലും വെർട്ടിസസ് കാണും അല്ലെ, നമുക്കറിയാം. നൾ ഗ്രാഫിനെ വരെ എന്താണ്, വെർട്ടിസസുകളുടെ സെറ്റിനെയാണ് നൾ ഗ്രാഫ് എന്ന് പറയുന്നത്. ദർ ഇസ് നോ എഡ്ജ് ഇൻ നൾ ഗ്രാഫ്. അപ്പൊ ഉറപ്പായിട്ടും ഒരു ഗ്രാഫിൽ വെർട്ടെക്സ് സെറ്റ് ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ആ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ആണ് നമുക്ക് തന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു വെർട്ടെക്സ് സെറ്റ് അവിടെ എക്സിസ്റ്റ് ചെയ്യണം. ആ വെർട്ടെക്സ് സെറ്റിന്റെ പ്രത്യേകത എന്താണ്? ആ വെർട്ടെക്സ് സെറ്റിനെ നമുക്ക് രണ്ട് സബ്സെറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ആ സബ്സെറ്റുകളിൽ എന്തുണ്ടാവാൻ പാടില്ല? V1 V2യിലേക്ക് ഒരു കോമൺ ആയിട്ട് ഒരു എഡ്ജ് ഉണ്ടാവാൻ പാടില്ല. അതായത് ഈ തിയറം പറയുന്നത് ഡിസ്കണക്റ്റിന്റെ ആ ഒരു ഡെഫിനിഷൻ അല്ലേ എന്ന് നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഡിസ്കണക്റ്റഡ് മീൻസ് ഒരു എന്താണെങ്കിലും ഇപ്പൊ നമ്മളിവിടെ കണ്ടതുപോലെ ദിസ് ഇസ് എ ഡിസ്കണക്റ്റഡ് ഗ്രാഫ്. ദർ ഇസ്, ഞാനിവിടെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹിയർ ഫസ്റ്റ് കമ്പോണന്റില് വെർട്ടെക്സ് സെറ്റ് V1 എന്ന് പേര് കൊടുത്തു കഴിഞ്ഞാൽ ABCD അല്ലെ. V1 വെർട്ടെക്സ് സെറ്റ് V1 ആണ്. V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വെർട്ടെക്സ് സെറ്റ് E ആണ്. നമുക്ക് കാണാൻ പറ്റും there is no edge which is connected from V1 to V2. V1 എന്ന വെർട്ടെക്സ് സെറ്റിൽ നിന്ന് V2യിലെ വെർട്ടെക്സ് സെറ്റിലേക്ക് ഇവിടെ ഒരു വെർട്ടെക്സ് മാത്രമേ ഉള്ളൂ. സോ വി നെയിം ആസ് ഇറ്റ്സ് എ സബ്സെറ്റ്. ഈ G എന്ന H എന്ന ഗ്രാഫിലെ, ഞാനിവിടെ പേര് കൊടുത്തത് H എന്നാണ്. H എന്ന ഗ്രാഫിലെ ക്യാപിറ്റൽ V ഇതാണ് ABCDE. It can be subset. It is subdivided into V1, V2. And here is the proof. There is no edge in V1 to V2. ഇതാണ് നമ്മുടെ തിയറം പറഞ്ഞിരിക്കുന്നത്. സോ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ തിയറം നമ്മൾ ഇങ്ങനെ ഗ്രാഫ് വരച്ച് ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൂഫ് ആവില്ല. പ്രൂഫിന് വിത്ത് എവിഡൻസ് അതിന്റെ എല്ലാ സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആയിട്ട് നമ്മൾ അസംഷൻ കൊടുത്ത് അത് പ്രൂവ് ചെയ്ത് കാണിക്കലാണ് ഈ തിയറം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ ഇതൊരു നെസസറി സഫിഷ്യന്റ് കണ്ടീഷൻ വരുന്ന ഒരു തിയറാണ്. വിച്ച് മീൻസ് നമ്മളിപ്പോ ഗ്രാഫ്, ഞാൻ അതിനെ പ്രൂഫ് തിയറം എന്താണ് പ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ളതൊന്ന് എടുത്തു പറയാം. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് G എന്നുള്ളത് ഡിസ്കണക്റ്റഡ് ആണ് എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് അസ്യൂം ചെയ്യണം. ഇതിനെ രണ്ട് പാർട്ടായിട്ടാണ് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. സഫിഷ്യന്റ്, നെസസറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈഫ് ആൻഡ് ഓൺലി ഈഫ് എന്ന് പറഞ്ഞിരിക്കുന്നത്. G കണക്റ്റഡ് ആണെങ്കിൽ അവിടെ ഒരു പാർട്ടീഷൻ ഉണ്ടാവണം. ആ പാർട്ടീഷന്റെ ഫുൾ സ്റ്റേറ്റ്മെന്റ് ഞാൻ എഴുതുന്നില്ല കേട്ടോ. അതുപോലെ അവിടെ ഒരു പാർട്ടീഷൻ ഉണ്ടെങ്കിൽ തിരിച്ചെന്തെന്ന് പ്രൂവ് ചെയ്യണം? G എന്നുള്ളത് ഡിസ്കണക്റ്റഡ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് പാർട്ട് G ഡിസ്കണക്റ്റഡ് ആണ്. ഓക്കെ, ദാറ്റ് ഇസ് ദ അസംഷൻ. നമ്മൾ അസ്യൂം ചെയ്യും. എന്നിട്ട് എന്ത് പ്രൂവ് ചെയ്യും? ഇതാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. പാർട്ടീഷൻ അവിടെ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യും. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് അസ്യൂം ചെയ്യുന്നത് there is a partition exist. അവിടെ ഒരു പാർട്ടീഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ we prove to G is disconnected. ഇത്തരത്തിലാണ് ഇതിന്റെ പ്രൂഫ് പോകുന്നത്. അപ്പൊ പ്രൂഫിന്റെ സ്റ്റെപ്പ് മനസ്സിലാക്കുക. ഇത് രണ്ട് സൈഡിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫസ്റ്റ് പാർട്ടിൽ നിന്ന് സെക്കൻഡിലേക്ക് പ്രൂവ് ചെയ്യണം. അതുപോലെ തന്നെ സെക്കൻഡിൽ നിന്ന് ഫസ്റ്റിലേക്കും പ്രൂവ് ചെയ്യണം. അതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ഈ ഒരു സിമ്പിൾ മീൻ ചെയ്യുന്നത് അതാണ്. അതല്ല ചില തിയറത്തില് ഈഫ് ദെൻ എന്നാണെങ്കിൽ നമുക്ക് ഒരു സൈഡിലേക്ക് മാത്രം പ്രൂവ് ചെയ്താൽ മതി, തിരിച്ച് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനെ നമ്മൾ കണ്ടീഷണൽ എന്നും ഇത്തരത്തിലുള്ളതിനെ ബൈ കണ്ടീഷണൽ എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, ഇതൊക്കെ ഡിസ്ക്രീറ്റിലെ കുറച്ച് ടേംസ് ആണ്, നമ്മുടെ തിയറത്തിൽ ആവശ്യമായി വരുന്നത് കൊണ്ട് പറയുന്നതാണ്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി എടുത്താൽ മതി. സോ വി മൂവ് ഓൺ ടു പ്രൂഫ് ഓഫ് ദ തിയറം. പ്രൂഫ് ഞാനിവിടെ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് പാർട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി തിയറം ആണ്, സ്റ്റേറ്റ്മെന്റിലായിരിക്കും പ്രൂഫ് പോകുന്നത്. ദർ ഇസ് നോ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ഹിയർ. സോ as you all know, I assume the first condition. ആദ്യമേ ഞാൻ അസ്യൂം ചെയ്യാൻ പോവാണ്, അതായത് എന്റെ കയ്യിലുള്ള ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആണ്. ജസ്റ്റ് അസ്യൂം ഇറ്റ്. സോ ദ സ്റ്റേറ്റ്മെന്റ് അങ്ങനെ തന്നെ എഴുതുന്നു. സപ്പോസ് ദാറ്റ്
let G is disconnected graph. ഓക്കെ, നമ്മുടെ കയ്യിലുള്ള G എന്ന ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ആണ്. നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? അവിടെ ഒരു പാർട്ടീഷൻ ഉണ്ടെന്നാണ്. ഓക്കെ, G എന്നുള്ളത് ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ആണ്. ഞാൻ ആ ഗ്രാഫിനകത്തെ ഒരു വെർട്ടെക്സിനെ എടുക്കുന്നു. കൺസിഡർ എ വെർട്ടെക്സ്. ആ വെർട്ടെക്സിനെ എ എന്ന് തന്നെ പേര് കൊടുക്കാം. എ ഇൻ G. G എന്ന ഗ്രാഫിലെ ഡിസ്കണക്റ്റഡ് ഗ്രാഫിലെ എ എന്ന വെർട്ടെക്സിനെ ഞാൻ കൺസിഡർ ചെയ്തു. ഇനി ആ എ എന്ന വെർട്ടെക്സ് V1 എന്ന വെർട്ടെക്സ് സെറ്റിലുള്ളതാണ് എന്ന് ഞാൻ പറയാണ്. ലെറ്റ് V1 be the set of all vertices that are joined by paths to A. Okay. ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ആണ്. ആ ഗ്രാഫിലെ വെർട്ടെക്സ് ആണ് എ. അപ്പോൾ ആ എ എന്ന വെർട്ടെക്സിലേക്ക് ബാക്കിയുള്ള വെർട്ടിസസ് എല്ലാം കണക്ട് ചെയ്യുന്ന ഒരു പാത്ത് വരുന്നുണ്ട്. ആ വെർട്ടെക്സിനെ V1 എന്ന് പേര് വിളിച്ചു. സിമിലർലി ലൈക്ക് ദിസ്. അപ്പൊ ഞാനിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്ന വെർട്ടെക്സ് സെറ്റ് V1-ലെ എ എന്ന വെർട്ടെക്സ് ആണ്. അപ്പൊ ഇവിടെ നോക്കൂ, ബാക്കിയുള്ള എല്ലാ വെർട്ടിസസിൽ നിന്നും എയിലേക്ക് യു ക്യാൻ സീ എ പാത്ത്. സിയിൽ നിന്ന് പാത്തുണ്ട്, ഡിയിൽ നിന്ന് there is another path, ബിയിൽ നിന്ന് സിംഗിൾ ആയിട്ടൊരു പാത്ത് ഉണ്ട്, അല്ലാതെയും 3 ലെങ്ത് വരുന്ന പാത്തുണ്ട്. അപ്പൊ ഈ വെർട്ടെക്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ P1 എന്ന സെറ്റ് പറയുന്നത് ABCD. ബിക്കോസ് G is a disconnected graph. അവിടെ ഉറപ്പായിട്ടും അടുത്തൊരു കമ്പോണന്റ് കാണണം. അതാണല്ലോ നമ്മുടെ അസംഷൻ. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഫിഗറിൽ ഈസി ആയിട്ട് കാണിച്ചു. അത് നമ്മൾ സെന്റൻസിൽ എഴുതുന്നത് ഇത്തരത്തിലാണ്. അപ്പൊ നമുക്കറിയാം G ഡിസ്കണക്റ്റഡ് ആയതുകൊണ്ട് അവിടെ മറ്റൊരു വെർട്ടെക്സ് സെറ്റും ഉണ്ടാവണം. ആ വെർട്ടെക്സ് സെറ്റിനെ നമുക്ക് V2 എന്ന് പേര് കൊടുക്കാം. സിൻസ് G ഈസ് ഡിസ്കണക്റ്റഡ്. എന്തുകൊണ്ടാണ്? ബൈ അസംഷൻ. നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് G ഡിസ്കണക്റ്റഡ് എന്നാണ്. അപ്പോ നമുക്ക് കാണാം V1 എന്ന സെറ്റിൽ നിന്ന് V2-ലേക്ക് യാതൊരു തരത്തിലുള്ള പാത്തുകളും ഇല്ല, അല്ലെ? മറ്റൊരു വെർട്ടെക്സ് സെറ്റ് അവിടെ ഉണ്ട് ബിക്കോസ് ഓഫ് ദ ഡിസ്കണക്ടിവിറ്റി. അപ്പൊ V1 മാത്രമല്ല, അതിന്റെ ഹോൾ സെറ്റ് മറ്റൊരു വെർട്ടെക്സ് കൂടെ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അത് എഴുതുന്നു, V1 does not include all vertices of G. അപ്പോ ദ റിമൈനിങ് വെർട്ടീസസിനെ, നമ്മളിപ്പോ വരച്ച ഗ്രാഫിൽ ഒരു വെർട്ടെക്സ് ഉള്ളൂ E എന്ന പേരില്. നമുക്ക് റിമൈനിങ് വെർട്ടീസസ് ഫോം എ വെർട്ടെക്സ് സെറ്റ് സേ V2. നമുക്ക് ആ വെർട്ടെക്സ് സെറ്റിന് V2 എന്ന് പേര് കൊടുക്കാം. നമ്മുടെ ഇവിടെ ഗ്രാഫിൽ E എന്ന വെർട്ടെക്സ് മാത്രമുള്ള ഒരു ഗ്രാഫ്. അതുപോലെ നമുക്കറിയാം there is no edge in between V1 and V2, അല്ലെ? Because of the disconnectivity, there is no edge from V1 to V2. Okay. അതായത് V1-ൽ നിന്ന് V2-ലേക്ക് എഡ്ജ് ഇല്ല. വിച്ച് മീൻസ് നമ്മൾ പറയുന്നു അതുകൊണ്ട് there exists a partition. നമ്മുടെ പ്രൂഫിലേക്ക് വരുവാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു പാർട്ടീഷൻ ഉണ്ട്, V1 and V2. ഓൾസോ അവിടെ എന്തുമില്ല, there is no edge from V1 to V2. ഓക്കെ, അപ്പൊ നമ്മൾ ഡിസ്കണക്ടിവിറ്റിയിൽ നിന്ന് പാർട്ടീഷൻ ഉണ്ടെന്നോ ആ പാർട്ടീഷനിൽ രണ്ട് കോമൺ ആയിട്ടൊരു എഡ്ജ് V1 എന്ന വെർട്ടെക്സ് സെറ്റിൽ നിന്ന് V2-ലേക്ക് ഇല്ല എന്നുമാണ് ഫസ്റ്റ് പാർട്ടിൽ പ്രൂവ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ തിരിച്ചു പ്രൂവ് ചെയ്യണം. ദാറ്റ് ഇസ് ദ സെക്കൻഡ് പാർട്ട്. സെക്കൻഡ് പാർട്ട് അസ്യൂം ചെയ്യേണ്ടത് there exists, assume that there exists a partition. അതായത് നമ്മൾ എന്താണോ നമ്മുടെ തിയറത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ there exists a partition like the തിയറത്തിൽ പറഞ്ഞിരിക്കുന്ന പാർട്ടീഷൻ അവിടെ ഉണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ഇനി എന്താണ് നമ്മൾ തിരിച്ച് എന്ത് പ്രൂവ് ചെയ്യണം? അങ്ങനൊരു പാർട്ടീഷൻ അവിടെ ഉണ്ടെങ്കിൽ അത്തരത്തിൽ പാർട്ടീഷൻ വരുന്ന ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ആയിരിക്കണം. അപ്പൊ പാർട്ടീഷൻ ഉണ്ട്. ആ പാർട്ടീഷന് V1 ആൻഡ് V2 ആണ്. ഞാൻ അങ്ങനെയാണെങ്കിൽ V1-ൽ നിന്ന് ഒരു വെർട്ടെക്സിനെ എടുത്തു ആൻഡ്
V2-വിൽ നിന്ന് മറ്റൊരു വെർട്ടെക്സിനെയും കൺസിഡർ ചെയ്തു. അപ്പൊ നമ്മുടെ ഗ്രാഫ് പോലെയാണെങ്കിൽ ഇ ആയിരിക്കണം അല്ലെ. V2-വിൽ നിന്നുള്ള വെർട്ടെക്സ് എടുക്കുന്നത് ഇ ആണ്. ഓക്കെ, അപ്പൊ ഞാനിത് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് വരെ വെച്ച് പോകുകയാണ് കേട്ടോ. ഇത് എക്സാമ്പിളിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഇ ആണ് നമ്മുടെ V2 എന്ന വെർട്ടെക്സ് സെറ്റിൽ വരിക. നമുക്ക് കാണാം, ഇതാണ് നമ്മളെടുത്ത ഗ്രാഫ്, ഡിസ്കണക്റ്റഡ് ഗ്രാഫ്. ഇത് V1 എന്ന വെർട്ടെക്സ്, V2 എന്ന പാർട്ടീഷൻ. അപ്പോൾ ഇ എന്ന വെർട്ടെക്സ് വരുന്നത് സെക്കൻഡ് സെറ്റിലാണ്. അപ്പൊ നമ്മളിവിടെ ഒരു പാർട്ടീഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണല്ലോ ആദ്യം അസ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ അവിടെ എയും ബിയും എന്ന രണ്ട് വെർട്ടെക്സ് ആ പാർട്ടീഷനിൽ വരുന്നു. V1-ൽ വരുന്നു, V2-ൽ വരുന്നു. ബൈ അസംഷൻ ദർ ഈസ് നോ എഡ്ജ് ഫ്രം V1 to V2. നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ അസംഷനിൽ നിന്ന് തന്നെ അറിയാം, നോ പാത്ത് can exist between vertices A and B because ഇത് രണ്ട് സെറ്റാണ്. അവിടെ ഒരു എഡ്ജ് ഇല്ല എന്നുള്ളത് നമ്മുടെ അസംഷനിൽ പറയാണ്. അപ്പോൾ എയും ബിയിലേക്കും പാത്ത് ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ട് കമ്പോണന്റ് ആണല്ലോ. therefore A and B belongs to different components. okay, different components ഉള്ള ഗ്രാഫ് എന്ന് പറയുന്നത് which means the graph is disconnected. So from the second part we proved that ഒരു പാർട്ടീഷൻ ഉണ്ടെങ്കിൽ that ആ പാർട്ടീഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന ഗ്രാഫ് ഉറപ്പായിട്ടും ഡിസ്കണക്റ്റഡ് എന്നാണ്. ഓക്കെ, അപ്പൊ ഇത് എക്സാമ്പിളില് നമുക്കത് വളരെ പെട്ടെന്ന് കിട്ടും. സ്റ്റേറ്റ്മെന്റില് നമ്മള് ഈ ഒരു ഗ്രാഫ് തിയറിയുടെ പ്രത്യേകതയാണ് ഓർണമെന്റലി ആയിരിക്കണം നമ്മുടെ വേർഡ്സ് എല്ലാം പോകേണ്ടത്. അത് വളരെ വ്യക്തമായി ഡിഫൈൻഡ് ആയിട്ട് വേണം എഴുതാൻ. അതല്ല അതർവൈസ് നമുക്ക് എന്തെങ്കിലും അറിയാവുന്നതൊക്കെ എഴുതി വെച്ചാൽ ഫുൾ മാർക്കിലേക്ക് വരില്ല. ഫിഗർ വരച്ച് വെച്ച് നിങ്ങൾ പ്രൂവ് ചെയ്താലും അതിന്റെ പ്രൂഫ് എഴുതുന്ന ഫുൾ മാർക്ക് വരില്ല. അപ്പൊ പ്രൂഫ് നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കാം, മനസ്സിലാക്കുക. അപ്പൊ ഞാൻ പറഞ്ഞതിൽ എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ക്ലിയർ ആണോ? തിയറം 1.2 ഡിസ്കണക്റ്റഡ് ആണ് പ്രൂവ് ചെയ്തത്. ഡിസ്കണക്റ്റീവ് ഗ്രാഫ് ആണെങ്കിൽ അവിടെ പാർട്ടീഷൻ ഉണ്ടാകും. പാർട്ടീഷനിലെ വെർട്ടിസസ് സെറ്റുകൾക്കിടയിൽ കോമൺ ആയി ഒരു പാത്ത് ഉണ്ടാവില്ല, അല്ലെങ്കിൽ എഡ്ജ് ഉണ്ടാവില്ല. ഹെൻസ് ദ തിയറം. We move on to theorem number 1.3. ഫസ്റ്റ് മൊഡ്യൂളിലെ മൂന്നാമത്തെ തിയറം എന്നുകൊണ്ടാണ് കേട്ടോ ഈ നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1.3. Okay. The statement is if a graph connected or disconnected, ഗ്രാഫ് എന്തോ ആയിക്കോട്ടെ, കണക്റ്റഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡിസ്കണക്റ്റഡ് ആയിക്കോട്ടെ. ഓക്കെ, കണ്ടീഷൻ ആയിട്ടൊന്നും പറയുന്നില്ല കണക്റ്റഡ് ഗ്രാഫ് ആണെന്നും ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ആണെന്നൊന്നും പറയുന്നില്ല. ഇഫ് എ ഗ്രാഫ് ഹാസ് എക്സാക്ട്ലി 2 vertices, എന്താണ് ഹാസ് എക്സാക്ട്ലി 2 vertices of odd degree, there must be a path joining these 2 vertices. Okay, ഒരു വൺ സൈഡ് തിയറാണ് കേട്ടോ. രണ്ട് സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. വൺ സൈഡിലേക്ക്, അതായത് ഗ്രാഫ് കണക്റ്റഡ് ഓർ ഡിസ്കണക്റ്റഡ്, അങ്ങനെ ഒരു ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ ആ ഗ്രാഫിലെ രണ്ട് വേർട്ടിസസ്, എക്സാക്ട്ലി 2 vertices ഓഫ് ഓഡ് ഡിഗ്രി, രണ്ട് വേർട്ടക്സ് ഓഡ് ഡിഗ്രി ആയിട്ടുള്ള രണ്ട് വെർട്ടിസസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടായിരിക്കും? ഈ വേർട്ടിസസിലേക്ക് ഉറപ്പായിട്ടും ഒരു പാത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് ഇപ്പൊ ഗ്രാഫ് കണക്റ്റഡ് ആയിക്കോട്ടെ. അപ്പൊ ഞാനൊരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഇതൊരു 4 വെർട്ടെക്സ് ഉള്ള ഗ്രാഫാണ്.
അപ്പൊ ഈ ഗ്രാഫില് എല്ലാ വെർട്ടൈസസിന്റെയും ഡിഗ്രി എന്താണ്? 2 ആണ് അല്ലെ? ഈവൻ ഡിഗ്രിയാണ്. പക്ഷെ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് എക്സാക്ട്ലി 2 വെർട്ടീസസ് ഹാവ് ഓഡ് ഡിഗ്രി. എന്താണ്? ഗ്രാഫ് കണക്റ്റഡ് ഓർ ഡിസ്കണക്റ്റഡ്, എനി ഗ്രാഫ്, അവിടെ എക്സാക്ട്ലി 2 വെർട്ടീസസ് ഓഫ് ഓഡ് ഡിഗ്രി, 2 വെർട്ടെക്സിന്റെ ഡിഗ്രി എന്താണ്? ഓഡാണ്. 3 വേണമെന്നോ സെയിം വേണമെന്നോ ഒന്നും നിർബന്ധമില്ല കേട്ടോ. 3 ആകാം, 5 ആകാം, എന്തോ ആകാം. ഓക്കെ, എന്താണേലും ഓഡ് നമ്പർ ആയിരിക്കണം. 2 വെർട്ടിക്സസിന്റെ ഡിഗ്രി ഓഡ് ആണെങ്കിൽ ആ വെർട്ടിസസുകളെ ജോയിൻ ചെയ്തുകൊണ്ട് ഒരു പാത്ത് ഉണ്ടായിരിക്കും എന്നാണ് അവിടെ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അത് കണക്റ്റഡ് ഓർ ഡിസ്കണക്റ്റഡ് എന്തെങ്കിലും ആവട്ടെ. ഓക്കെ, അപ്പൊ ഡിസ്കണക്റ്റഡ് ആണെങ്കിൽ തന്നെ ഈ 2 വെർട്ടിസസിനെ കണക്ട് ചെയ്ത് പാത്ത് ഉണ്ടാവണമെങ്കിൽ ആ ഗ്രാഫ് എന്തായിരിക്കണം? സെയിം കമ്പോണന്റിലായിരിക്കണം. ഓക്കെ, ആ ഒരു ഐഡിയ മനസ്സിൽ വന്നാൽ മതി കേട്ടോ. സോ പ്രൂഫ് ഓഫ് ദി തിയറം, പ്രൂഫിലേക്ക് പോകാം. അപ്പൊ ഈ പ്രൂഫ് പഠിക്കണമെങ്കിൽ നമുക്കൊരു തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആവശ്യമുണ്ട്. ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, ആ തിയറം ഓർമ്മയുണ്ടാവോ? ദ നമ്പർ ഓഫ് വെർട്ടീസസ് ഓഫ് ഓഡ് ഡിഗ്രി ഇൻ എ ഗ്രാഫ് ഈസ് ഓൾവേസ് ഈവൻ. ഓക്കെ, ആ തിയറം നമുക്കിവിടെ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ ആ തിയറം ഞാനൊന്ന് എഴുതാം. തിയറം നമ്മളിവിടെ യൂസ് ചെയ്യുന്ന തിയറം 1.1 ആണ്. ഒന്നാമത്തെ തിയറം നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ തിയറം ഈസ് ദ നമ്പർ ഓഫ് vertices of odd degree in a graph is always even. Okay, അതായത് ഈ തിയറം പറയുന്നത് ഒരു ഗ്രാഫില് ഓഡ് ഡിഗ്രി വരുന്ന വെർട്ടിസസുകളുടെ എണ്ണം ഒരു ഈവൻ നമ്പർ ആയിരിക്കും. അതായത് ഇവിടെ ഇപ്പൊ ഓഡ് ഡിഗ്രി വരുന്ന വെർട്ടിസസുകളുടെ എണ്ണം 2 ആണ്. 2 ഈസ് ആൻ ഈവൻ നമ്പർ. 2 വെർട്ടിസസിന് ഓഡ് ഡിഗ്രി ആണ്. അതുപോലെ 3 വെർട്ടെക്സ് 4 വെർട്ടെക്സ് ഓഡ് ഡിഗ്രി വരാം. അതായത് 4 ഈസ് ആൻ ഈവൻ നമ്പർ. 6 വെർട്ടെക്സിന് ഓഡ് ഡിഗ്രി വരാം. 6 ഈസ് ആൻ ഈവൻ നമ്പർ. അതാണ് ആ തിയറം പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓഡ് ഡിഗ്രി വരുന്നത് എന്തായിരിക്കും? ഈവൻ നമ്പർ ആയിരിക്കും എന്നാണ് ആ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. ഈ തിയറത്തിന്റെ ഹെൽപ്പോട് കൂടി നമുക്ക് നമ്മുടെ തിയറം 1.3 ഒന്ന് പ്രൂവ് ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി നമുക്കൊരു ഗ്രാഫ് വേണം. എന്താ ഉള്ളത്? ഇതുപോലെ 2 വെർട്ടെക്സ് ഓഡ് ഡിഗ്രി ആയിട്ടുള്ള ഒരു ഗ്രാഫ് വേണം. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് ആ ഗ്രാഫിലെ ആ വെർട്ടിസസിന് ഒരു പാത്ത് ഉണ്ടെന്ന് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, ഇങ്ങനെ ഒരു ഗ്രാഫ് ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടെന്ന് പ്രൂവ് ചെയ്യണ്ടേ? ദർ ഇസ് എ പാത്ത്. അങ്ങനെ ഒരു പാത്ത് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നാണ് പ്രൂഫ് വരേണ്ടത്. സോ we let അല്ലെങ്കിൽ we assume let G be a graph with 2 vertices. നമ്മളോട് ഈവൻ അല്ല പറഞ്ഞിരിക്കുന്നത്, 2 vertices ആണ്. 2 means ഈവൻ നമ്പർ. 2 vertices പേര് ഞാൻ കൊടുക്കാം, V1 and V2, which are odd degree, which are of odd degree in a graph. Okay, statement. We consider let G be a graph with 2 vertices V1 and V2 which are of odd degree. ഇതാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. G ഒരു ഗ്രാഫ് ആണ്. 2 വെർട്ടിസസിന് എന്തുണ്ട്? ഓഡ് ഡിഗ്രി ആണ്. ഓക്കെ, ഇനി നമുക്ക് ആ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് അപ്ലൈ ചെയ്യാം. ബൈ തിയറം 1.1. തിയറം 1.1 പറഞ്ഞിരിക്കുന്നത് ഓഡ് ഡിഗ്രി വരുന്ന വെർട്ടെക്സുകളുടെ എണ്ണം ഈവൻ നമ്പർ ആയിരിക്കും. സോ ഇറ്റ് ഷുഡ് ബി ട്രൂ. അതായത് P1 V2 എന്ന വെർട്ടെക്സിന് ഓഡ് ഡിഗ്രി വരുന്ന അങ്ങനെ ഒരു ഗ്രാഫ് ഉറപ്പായിട്ടും ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പറയാണ് വിച്ച് ഇസ് ഹോൾഡ് ഫോർ, നമ്മൾ പറഞ്ഞിരിക്കുന്ന അസംഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. വിച്ച് ഇസ് ഹോൾഡ് ഫോർ ഓൾ ഗ്രാഫ്. ആ ഗ്രാഫ് കണക്റ്റഡ് ആണെങ്കിലും ഡിസ്കണക്റ്റഡ് ആണെങ്കിലും. ഓക്കെ, ഡിസ്കണക്റ്റഡ് ആണെങ്കിൽ ഈ വെർട്ടിക്സ് സെയിം കമ്പോണന്റിലാവും എന്ന് മാത്രം. ഓക്കെ, സോ
നമുക്ക് ഇവിടെ വേറെ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. Therefore, in graph G, നമുക്ക് നേരെ കൺക്ലൂഷനിലേക്ക് പോയാൽ മതി. V1 and V2 must belong to the same componentലായിരിക്കും. കാരണം ആ പാത്ത് ഉണ്ടാവണമെങ്കിൽ സെയിം കമ്പോണന്റിലായിരിക്കണമല്ലോ. Therefore, and hence must have a path between them. That is the proof with the help of theorem 1.1. ഇവിടെ മെയിൻ ആയിട്ട് വേണ്ടത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഈ തിയറം ഇപ്പോൾ നമ്മുടെ മാർക്ക് അനുസരിച്ച് ഈ തിയറത്തിന്റെ പ്രൂഫ് ഒരു എസ്എ പാർട്ടിൽ വരുന്നതെങ്കിൽ, ഈ സ്റ്റേറ്റ്മെന്റ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ഈ തിയറത്തിന്റെ പ്രൂഫ് ഇവിടെ കോട്ട് ചെയ്യണം. ഈ പ്രൂഫ് കോട്ട് ചെയ്യണം. അതായത് നമ്മൾ ഓൾറെഡി ഇത് പഠിച്ചിട്ടുണ്ട്. നമ്പർ ഓഫ് വെർട്ടീസസ് ഓഫ് ഓഡ് ഡിഗ്രി ഈസ് ഓൾവേസ് ഈവൻ എന്നുള്ളത് ഹാൻഡ് ഷേക്കിംഗ് തിയറം ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് പ്രൂവ് ചെയ്തിരിക്കുന്നത്. ഇത് പ്രൂവ് ചെയ്തിട്ട് പിന്നെ നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റ് എഴുതാനുള്ളൂ. നമ്മൾ അങ്ങനെ ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്യുന്നു. ഈ തിയറം 1.1 ഉപയോഗിച്ച് അങ്ങനെ ഒരു ഗ്രാഫ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ അതൊരു സെയിം ഗ്രാഫിൽ തന്നെയാണ് വരുള്ളൂ. ഓക്കെ, ഡിസ്കണക്റ്റഡ് ആണെങ്കിൽ സെയിം കമ്പോണന്റിലായിരിക്കും. അപ്പോൾ ഉറപ്പായിട്ടും ഒരു ഗ്രാഫിൽ തന്നെയുള്ള രണ്ട് വെർട്ടിസസ് ആണെങ്കിൽ അവർക്കിടയിൽ ഒരു പാത്ത് ഉണ്ടാകും. That is the proof of the theorem. Hence the theorem 1.3 കഴിഞ്ഞു. ആ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് മനസ്സിലാക്കുക. അതുപോലെ തന്നെ തിയറം 1.1 അതിലേക്ക് ആഡ് ചെയ്യാൻ ഓർക്കാം. ദെൻ ഈ മൊഡ്യൂളിലെ ലാസ്റ്റ് തിയറം 1.4. ഓക്കെ, തിയറം 1.4ലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ. മനസ്സിലാവുന്നുണ്ടോ? ഡൗട്ട് ഒന്നും ചോദിക്കുന്നില്ലാലോ? കേൾക്കുന്നില്ലേ? ഓഡിബിൾ അല്ലേ? Okay, question. Show that ഇതും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. Show that the maximum number of edges in a simple graph with the n vertices is n into n minus 1 by 2. ഒരു സിമ്പിൾ ഗ്രാഫിൽ ആ ഗ്രാഫിൽ വരുന്ന മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് ആ വെർട്ടെക്സിന്റെ എണ്ണം അനുസരിച്ചിട്ടോ, വെർട്ടിസസും n ആണെങ്കിൽ n into n minus 1 by 2 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഞാനൊരു ഗ്രാഫ് വെറുതെ ഒരു 4, നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു 4 വെർട്ടെക്സിലുള്ള ഒരു ഗ്രാഫ്, അതിൽ മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ്, സിമ്പിൾ ഗ്രാഫ് ആയിരിക്കണം. സിമ്പിൾ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂപ്പും പാരലൽ എഡ്ജസും വേണ്ട. ഇപ്പൊ മാക്സിമം നമ്പർ ആയോ? ഇല്ല, ഇവിടെയും കൂടി എഡ്ജ് വരണം അല്ലെ, എന്നാലാണ് അതിൽ മാക്സിമം വരുള്ളൂ. ഇനി വേണമെങ്കിൽ നിങ്ങൾ വിചാരിക്കണ്ടാവും ഇങ്ങനെ എഡ്ജ് വരയ്ക്കാം, ഇങ്ങനെ എഡ്ജ് വരയ്ക്കാം. അത് പറ്റില്ല. ബിക്കോസ് ഓഫ് ദ വേർഡ് സിമ്പിൾ. സിമ്പിൾ മീൻസ് ദർ ഈസ് നോ ലൂപ്പ്, നോ പാരലൽ എഡ്ജസ്. ഓക്കെ, അപ്പൊ നമുക്ക് ലൂപ്പും പാരലൽ എഡ്ജസും ഇല്ലാത്ത, എന്നാൽ മാക്സിമം ഏത് എല്ലാ എഡ്ജസും, അതിന് നമുക്ക് ഇവിടെ ഒരു എഡ്ജ് ആഡ് ചെയ്യാനില്ല അല്ലെ. ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പാരലൽ എഡ്ജ് ആവും. ലൂപ്പ് വരച്ചു കഴിഞ്ഞാൽ അത് സിമ്പിൾ ഗ്രാഫ് ആവില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു മൊത്തം എല്ലാ എഡ്ജസും നമുക്ക് വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ആണ്, 4 വെർട്ടിസസ് ഉള്ള ഈ ഗ്രാഫിലെ കംപ്ലീറ്റ് എഡ്ജ് ആയി. അതായത് എഡ്ജ് ഒന്ന് എണ്ണി നോക്കാം. 1 2 3 4 5 6 അല്ലെ. നമ്മുടെ തിയറത്തിന്റെ അനുസരിച്ച് ഇവിടെ ഇപ്പൊ 6 എഡ്ജസ് ഉണ്ട്.
4 വെർട്ടെക്സ് ഉള്ള ഗ്രാഫാണ്. നമ്മൾ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് തിയറല്ല ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് n into n minus 1 by 2 എന്നാണ്. അതായത് 4 വെർട്ടെക്സ് into 4 minus 1 by 2 അല്ല, which is equal to 4 into 3 by 2. That is equal to 6 edges അല്ലേ. 4 എന്ന വെർട്ടിസസ് വരുന്ന ഇതില് ശരിയാണ് അല്ലെ, 6 എഡ്ജസ് ആണ് വരത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് ഒരു ഡെഫിനിഷൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ആ ഡെഫിനിഷൻ ഒരു ഗ്രാഫ് എന്താന്ന് പറയലാണ് കേട്ടോ, കംപ്ലീറ്റ് ഗ്രാഫ്. ഇതിന്റെ പ്രൂഫ് പോകുന്നതിന് മുമ്പ് ഒരു ഡെഫിനിഷൻ പറയാണ്. അപ്പൊ ഞാൻ നോട്ട് ചെയ്തിരിക്കുന്നതിലും ഈ ക്വസ്റ്റ്യന്റെ ഒപ്പം തന്നെയാണ് ഈ ഡെഫിനിഷൻ ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഡെഫിനിഷൻ എന്താണ് ഇവിടെ ആഡ് ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാകും. എ ഗ്രാഫ് ഈസ് സെറ്റ് ടു ബി കംപ്ലീറ്റ് ആൻഡ് ഇറ്റ് ഇസ് ഡിനോട്ടഡ് ബൈ kn. n മീൻസ് നമ്പർ ഓഫ് വെർട്ടെക്സ്. നമ്മൾ എത്ര വെർട്ടെക്സ് ഉള്ള ഗ്രാഫ് ആണോ ആ വെർട്ടെക്സിനനുസരിച്ച് ഗ്രാഫിന്റെ പേര് മാറും. k1 ഉള്ളെങ്കിൽ which means 1 vertex, k2 which means 2 vertex, k3 3 vertices, k4 4 vertices, etc. Here the statement is, a graph is said to be complete. Every pair of distinct vertices is connected by exactly one edge. ഞാൻ ഇവിടെ വരച്ചിരിക്കുന്ന ഈ ഗ്രാഫിന്റെ പേരാണ് കംപ്ലീറ്റ് ഗ്രാഫ് ആൻഡ് ഇറ്റ് ഇസ് ഡിനോട്ടഡ് ബൈ k4. അതായത് ഏത് പെയർ വെർട്ടെക്സ് എടുത്താലും അവിടെ എക്സാക്ട്ലി ഒരു എഡ്ജ് ഉണ്ടായിരിക്കും. പാത്ത് അല്ല, എഡ്ജ്. പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്റ്റഡ് ആയി അല്ലെ, കണക്റ്റഡിന്റെ ഡെഫിനിഷൻ ആണ് ഏത് രണ്ട് വെർട്ടെക്സിന്റെ. അപ്പൊ നിങ്ങൾ കണക്റ്റഡും കംപ്ലീറ്റും മാറിപ്പോകരുത്. ഞാൻ ഇവിടെ കോട്ട് ചെയ്യുന്നു. കണക്റ്റഡ് മീൻസ് ദർ ഇസ് എക്സാക്ട്ലി വൺ പാത്ത് ഇൻ ബിറ്റ്വീൻ എവറി പെയർ ഓഫ് വെർട്ടീസസ്. Complete means exactly one edge between every pair of vertices. ഏത് രണ്ട് വെർട്ടിസസ് എടുത്താലും അതിലൊരു എഡ്ജ് ഉണ്ടെങ്കിൽ ആ ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് കംപ്ലീറ്റ് ഗ്രാഫ് ആൻഡ് ഇറ്റ് ഇസ് ഡിനോട്ടഡ് ബൈ kn. അപ്പൊ k1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെർട്ടെക്സ് ഉള്ള ഒരു ഗ്രാഫാണ്. ദർ ഇസ് നോ എഡ്ജസ് അല്ലെ. k2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വെർട്ടിസസ് ഉള്ളതാണ്. ഇത് കംപ്ലീറ്റ് ആവണമെങ്കിൽ എക്സാക്ട്ലി ഒരു എഡ്ജ് അവിടെ ഉണ്ടാവണം. k3 3 വെർട്ടിസസ് ഉള്ള ഒരു ഗ്രാഫാണ്. അത് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഏത് പെയർ എടുത്താലും എഡ്ജ് ഉണ്ടായിരിക്കുക. k4 നമ്മളിപ്പോ വരച്ച എക്സാമ്പിൾ ആയിട്ട് വരച്ച ഗ്രാഫാണ് k4. ഏത് പെയർ എടുത്താലും അവിടെ ഒരു എഡ്ജ് ഉണ്ട്. ദിസ് ഇസ് k4. നിങ്ങൾക്ക് അതുപോലെ k5 വരയ്ക്കാം. ഓക്കെ, k5 ഹോംവർക്ക് ആയിട്ട് വരയ്ക്കാം കേട്ടോ. k5 എന്നുള്ള ഗ്രാഫ്. ദിസ് ഇസ് നോൺ ആസ് കംപ്ലീറ്റ്. ഓക്കെ, അപ്പം ഈ ഒരു ഡെഫിനിഷൻ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യനിലെ മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് ഇൻ എ സിംഗിൾ ഗ്രാഫ് ആണ് അല്ലെ. അപ്പോൾ നമുക്കൊരു മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് ഉൾപ്പെടുത്തുന്ന ഗ്രാഫിന്റെ പേരാണ് കംപ്ലീറ്റ്. അപ്പൊ ആ പേര് നമ്മളിവിടെ കൂട്ടത്തിലൊന്ന് അറിഞ്ഞു പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. മാത്രമല്ല ഇത് റിലേറ്റ് ചെയ്ത് നമുക്കൊരു അടുത്തൊരു ഡെഫിനിഷനോടെ ഉണ്ട്. അപ്പൊ നമ്മൾ കംപ്ലീറ്റ് ഗ്രാഫ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ അപ്പൊ നമുക്കിവിടെ ഒരു k4 എന്ന ഗ്രാഫ് വരച്ചിട്ട് ഇത്ര വെർട്ടെക്സ് ഉണ്ട്, k5 എന്ന ഗ്രാഫ് വരച്ചിട്ട് ഇത്ര എഡ്ജസ് ഉണ്ട്, k6 അങ്ങനെ വരച്ചിട്ട് ഇത്ര എഡ്ജസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു പ്രൂഫ് ആവില്ല അല്ലെ. ഞാൻ പറഞ്ഞു ഗ്രാഫുകൾ വരച്ച് ഇതൊക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് പ്രൂഫ് ആവില്ല. ജസ്റ്റ് ആ ഡെഫിനിഷനും നിങ്ങൾ ഗ്രാഫ് വരച്ചതിനും ചെറിയൊരു മാർക്ക് കിട്ടും എന്നല്ലാതെ അതിന് എവിഡൻസ് ആവണമെങ്കിൽ നമ്മൾ nth കേസ് പറയണം. എല്ലാ കേസിലും ഇത് ട്രൂ ആണെങ്കിൽ മാത്രമാണല്ലോ, അതായത് ജനറലി ഇത് ട്രൂ ആണെങ്കിലാണ് എവരി ഗ്രാഫിനും ഇത് ട്രൂ ആവുള്ളൂ. സോ ബൈ ദ കോമ്പിനേഷൻ കംപ്ലീറ്റ് ഗ്രാഫിൽ n into n minus 1 by 2 എഡ്ജസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ k4 കണ്ടു. സിമിലർലി നമുക്കിവിടെ അറിയാം, അതായത് ഒരു കോമ്പിനേഷൻ തിയറം നിങ്ങൾ കോമ്പിനേഷന്റെ ഫോർമുല പഠിച്ചിട്ടുണ്ടാവണം. n വെർട്ടിസസ് ഉള്ള ഒരു ഗ്രാഫില് എന്താണ് r ടൈപ്പ് ഓഫ് എഡ്ജസ് വരുന്നുണ്ടെങ്കിൽ
that is known as NCR, the combination. We know that n factorial divided by the combination the formula ആണ് n തിങ്സിനെ r ടൈംസിൽ നമുക്കതിനെ കമ്പൈൻ ചെയ്യണമെങ്കിൽ, അതായത് ഗ്രൂപ്പ്സ് ആയിട്ട് തിരിക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കോമ്പിനേഷൻ ഫോർമുലയാണ് n factorial divided by r factorial into n minus r the whole factorial. Okay, this is the combination. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു കോമ്പിനേഷന്റെ ഫോർമുലയാണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അത് നമ്മൾ ഇവിടെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നാണ്. ദ നമ്പർ ഓഫ്, നമുക്ക് വേണ്ടത് നമ്പർ ഓഫ് എഡ്ജസ് ഇൻ എ കംപ്ലീറ്റ് ഗ്രാഫ് ആണ് അല്ലേ. എന്തുകൊണ്ടാണ് കംപ്ലീറ്റ് ഗ്രാഫ് ആയത്? മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് വരുന്ന ഗ്രാഫിനെ നമ്മൾ കംപ്ലീറ്റ് ഗ്രാഫ് എന്നാണ് വിളിക്കുന്നത്. ഗ്രാഫ് ഈസ് ദ, നമുക്കിതിനെ കോമ്പിനേഷനിലേക്കായിട്ടൊന്ന് മാറ്റാം. നമ്പർ ഓഫ് വേസ് ടു ചൂസ് ടു vertices from the n available vertices. നമുക്ക് വേണ്ടത് എല്ലാ രണ്ട് പെയേഴ്സിന്റെ ഇടയിൽ ഒരു എഡ്ജ് ആണ്. അപ്പൊ നമ്മൾ n വെർട്ടിസസിൽ നിന്ന് രണ്ട് വെർട്ടിസസിൽ എഡ്ജ് വന്നു കഴിഞ്ഞാൽ ഓക്കെ ആയി. സോ നമ്മളിവിടെ ആറിന്റെ പ്ലേസിൽ 2 എന്ന കോമ്പിനേഷൻ ഉപയോഗിച്ച് NC2 we get ഈ ഫോർമുലയിലേക്ക് നമുക്ക് വേണ്ടത് എവരി പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വെർട്ടെക്സ് ആണ്. അവിടെ ഒരു എഡ്ജ് ഉണ്ടെങ്കിൽ എത്ര എഡ്ജസ് ഉണ്ട് എന്നുള്ളത് NC2 എന്ന ഈ ഒരു ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് ഇസ് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് ആർ എന്ന് പറയുമ്പോൾ n മൈനസ് 2 ഫാക്ടോറിയൽ ആണ്. ഓക്കെ, ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ നമ്മുടെ ഫോർമുലയിലേക്ക് എത്തും. ബൈ ദ കോമ്പിനേഷൻ n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര എത്ര വരും? n വരെ വരും അല്ലേ. n തൊട്ട് മുമ്പ് n മൈനസ് 1 ഇൻറ്റു n. ഓക്കെ, ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 2. n മൈനസ് 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഇൻറ്റു 2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു n മൈനസ് 2 വരെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മുതൽ 5 വരെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ഇതിനെല്ലാം എക്സ്പാൻഡ് ചെയ്തു. അപ്പൊ നോക്കിയറിയാം 1 ഇൻറ്റു 2 ഇൻറ്റു ന്യൂമറേറ്ററിൽ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര ഇൻറ്റു n ആണല്ലേ. അതിന് തൊട്ട് മുമ്പത്തെ ടേം n മൈനസ് 1, അതിന്റെ തൊട്ട് മുന്നത്തെ ടേം എന്തായിരിക്കും? n മൈനസ് 2 ആയിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ താഴെയും അതുപോലെ തന്നെയുണ്ട്. അപ്പൊ മുകളിലുള്ള n മൈനസ് 2 വരെയുള്ള ടേമും താഴെയുള്ള n മൈനസ് 2 വരെയുള്ള ടേമും ക്യാൻസൽ ആകും. മുകളില് n ഇൻറ്റു n മൈനസ് 1 എന്നും താഴെ 1 ഇൻറ്റു 2 ദാറ്റ് ഇസ് 2. ഓക്കെ, അപ്പൊ NC2 സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് n വെർട്ടിസസിനെ രണ്ട് വെർട്ടിസസിനെ മാത്രമായിട്ട് നമ്മൾ രണ്ട് ബേസിൽ അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ആ ഓരോ ഇപ്പൊ 4 വെർട്ടെക്സിൽ ഈ രണ്ട് വെർട്ടിസസിനകത്ത് എത്ര എഡ്ജസ് ഉണ്ടെന്നാണ്. സോ വി ഗെറ്റ് എഡ്ജസ്. ആ എന്നിന്റെ പ്ലേസ് n മാറുന്നതിനനുസരിച്ച് ഈ ഫോർമുല നമുക്ക് ചേഞ്ച് ചെയ്ത് പോകാം. ദാറ്റ് ഇസ് ദ പ്രൂഫ് ഓഫ് ദ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇസ് ദ എന്തായിരുന്നു? മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് ഇൻ എ സിംഗിൾ ഗ്രാഫ് വിത്ത് n വെർട്ടിസസ് ഈസ് n ഇൻറ്റു n മൈനസ് 1/2 എന്ന് പ്രൂവ് ചെയ്യാനാണ്. നമ്മൾ ആ ക്വസ്റ്റ്യനിൽ നിന്ന് കംപ്ലീറ്റ് ഗ്രാഫ് എന്താണെന്ന് പഠിച്ചു. കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പെയർ വെർട്ടിസസ് എടുത്താലും അതിനകത്ത് ഒരു എഡ്ജ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യുന്നത് ഒരു സിംഗിൾ ഗ്രാഫിൽ മാക്സിമം എഡ്ജസ് എന്ന് പറയുന്നത് ആ ഒരു കംപ്ലീറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. സോ ബൈ ദ കോമ്പിനേഷൻ ആ ഒരു റിസൾട്ട് ഉപയോഗിച്ച് നമുക്ക് 2 വേസിൽ അറേഞ്ച് ചെയ്താൽ മതി. 2 വേസിൽ അറേഞ്ച് ചെയ്ത് അത് സോൾവ് ചെയ്തപ്പോൾ n ഇൻറ്റു n മൈനസ് 1/2 എന്ന റിസൾട്ടിലേക്ക് എത്തി. ഓക്കെ, അടുത്ത ഡെഫിനിഷൻ സൈക്കിൾസ്. സർക്യൂട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ക്ലോസ്ഡ് വോക്കിനെയാണ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇവിടെ സൈക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CN, നമ്മൾ കംപ്ലീറ്റിനെ KN എന്ന് ഡിനോട്ട് ചെയ്യുന്നു, സൈക്കിളിനെ CN എന്ന് ഡിനോട്ട് ചെയ്യുന്നു. പക്ഷെ കണ്ടീഷൻ ഉണ്ട്, n 3 വെർട്ടിക്സിൽ കൂടുതലായിരിക്കണം. 3 അല്ലെങ്കിൽ 3 വെർട്ടിക്സിൽ കൂടുതലോ ആയിട്ടുള്ള ക്ലോസ്ഡ് സർക്യൂട്ട് തന്നെ വിളിക്കാം. ക്ലോസ്ഡ് സർക്യൂട്ടിനെയാണ് സൈക്കിൾ എന്ന് പറയുന്നത്. സൈക്കിളും സർക്യൂട്ടും തമ്മിലുള്ള വ്യത്യാസം, സൈക്കിളിന്റെ വെർട്ടെക്സ് 3 കൂടുതലും ആയിരിക്കണം. സർക്യൂട്ട് എന്ന് പറയുമ്പോൾ ഒരു ലൂപ്പും സർക്യൂട്ടാണ്
പാരലൽ എഡ്ജസ് വരുന്ന 2 വെർട്ടിസസ് ഉള്ള ഇതും സർക്യൂട്ട് ആണ്. ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു വോക്കാണ്. അതിനെ നമ്മൾ ക്ലോസ്ഡ് വോക്കിന് സർക്യൂട്ട് എന്ന് വിളിക്കും. ബട്ട് വി ഹാവ് ഡെഫിനറ്റ്ലി 3 വെർട്ടെക്സ്. അതായത് ഒരു വെർട്ടെക്സിൽ നിന്ന് മറ്റൊരു വെർട്ടെക്സിലേക്ക് ഒരു എഡ്ജ് ഉണ്ടാവണം, അവിടെ നിന്ന് അടുത്ത വെർട്ടെക്സിലേക്ക് ഒരു എഡ്ജ് ഉണ്ടാവണം, എന്നിട്ട് തിരിച്ച് പഴയ വെർട്ടെക്സിൽ തന്നെ വന്ന് നിൽക്കുന്ന സ്റ്റാർട്ടറിൽ വെർട്ടെക്സിൽ തുടങ്ങി അതിനെയാണ് സൈക്കിൾ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഇവിടെ C3 C4 എവിടെ തുടങ്ങിയോ അവിടെ തന്നെ വന്ന് നിൽക്കണം. ഓക്കെ, കംപ്ലീറ്റ് ആവാനും പാടില്ല. കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇതിനകത്ത് വീണ്ടും എഡ്ജ് വരും. C5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വെർട്ടെക്സ് വരുന്ന ക്ലോസ്ഡ് ആയിട്ടുള്ളത്. അതുപോലെ C6. ഓക്കെ, ഇതിനെയാണ് സൈക്കിൾ എന്ന് വിളിക്കുക. അപ്പൊ C6 എങ്ങനെയായിരിക്കും? 6 വെർട്ടെക്സ് വരണം. ഇതാണ് C6. എഡ്ജസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, C6 എന്നുള്ളൊരു ഗ്രാഫ്. ഇതാണ് സൈക്കിള്. V1ൽ തുടങ്ങി V1ൽ തന്നെ ക്ലോസ് ആകുന്ന സർക്യൂട്ടാണ്, സൈക്കിളാണ് C6. V1ൽ തന്നെ വന്ന് നിൽക്കണം. ദർ ഈസ് നോ അതർ എഡ്ജസ് ഇൻ ബിറ്റ്വീൻ അതർ വെർട്ടീസസ്. അതെങ്ങനെ ആയിരിക്കണം? അതായത് V1ൽ നിന്ന് V6ൽ വന്ന് നിൽക്കണം. V1 V2 V3 അതിന്റെ പാത്ത് പോകുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഇതാണ് C6 എന്നുള്ള ഒരു സൈക്കിൾ. ഇതൊരു വെരി ഇമ്പോർട്ടൻറ്റ് സൈക്കിൾ ആണ്. കാരണം അടുത്ത ഡെഫിനിഷൻ ബൈപാർട്ടൈറ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ് ബൈപാർട്ടൈറ്റ് ഗ്രാഫ് എന്നാണ്. ഓക്കെ, ഇതെല്ലാം പറയുന്നതെല്ലാം ഗ്രാഫാണ് കേട്ടോ. ഞാൻ പേര് പറഞ്ഞ സൈക്കിൾ ഒരു ഗ്രാഫാണ്, കംപ്ലീറ്റ് ഗ്രാഫാണ്, ബൈപാർട്ടൈറ്റ് ഗ്രാഫാണ്. അതായത് ഒരു ഗ്രാഫിന്റെ വെർട്ടെക്സ് സെറ്റിനെ, നമ്മളിപ്പോ ആ തിയറം പറഞ്ഞ പോലെ വെർട്ടെക്സ് സെറ്റിനെ 2 പാർട്ടായിട്ട് 2 സബ്സെറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. V1 എന്നും V2 എന്നും ഡിവൈഡ് ചെയ്യാൻ പറ്റണം. എന്നിട്ട് എന്താണ്? V1ലുള്ള വെർട്ടെക്സ് സെറ്റുകൾ ഞാനിപ്പോ ജസ്റ്റ് കൺസിഡർ ചെയ്യുന്നതാണ് കേട്ടോ. V2 എന്ന വെർട്ടെക്സ് സെറ്റിലേക്ക് എഡ്ജസ് മൂലം കണക്ട് ചെയ്തിരിക്കണം. ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത്? ബൈപാർട്ടൈറ്റ് ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രാഫിലെ വെർട്ടെക്സ് സെറ്റിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുക. 2 നോൺ-എംപ്റ്റി ഡിസ്ജോയിന്റ് വെർട്ടീസ് സെറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ അതായത് V1ലുള്ള വെർട്ടെക്സ് V2ൽ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. 2 നോൺ-എംപ്റ്റി ഡിസ്ജോയിന്റ് വെർട്ടീസസ്, ദർ ഈസ് നോ കോമൺ വെർട്ടെക്സ്. ഇങ്ങനെ പാർട്ടീഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ കണ്ടീഷൻ? നമ്മൾ ആ തിയറത്തിൽ പറഞ്ഞത് എഡ്ജ് ഇല്ല എന്നല്ലേ. പക്ഷെ ഇവിടെ എങ്ങനെയല്ല, എല്ലാ വെർട്ടെക്സിൽ നിന്നും മറ്റു വെർട്ടീസസിലേക്ക്, V1ലെ ഓരോ വെർട്ടെക്സിൽ നിന്നും V2ലെ ഓരോ വെർട്ടെക്സിലേക്കും എഡ്ജസ് വെച്ച് കണക്ട് ചെയ്തിരിക്കണം. ഓക്കെ, മാത്രമല്ല ഈ V1ൽ നിന്ന് V1ലെ തന്നെ വെർട്ടിസസുകൾക്കിടയിൽ എഡ്ജ് ഉണ്ടാവാൻ പാടില്ല. V2ലെ വെർട്ടിസസുകൾക്കിടയിൽ എഡ്ജ് ഉണ്ടാവാൻ പാടില്ല. എങ്ങനെയാവാമുള്ളൂ? V1 എന്ന സെറ്റിൽ നിന്ന് V2 എന്ന സെറ്റിലെ വെർട്ടിസസുകളിലേക്ക് മാത്രം എഡ്ജ് ഉണ്ടാവണം. എന്നാൽ ആ സെറ്റിൽ തന്നെ വെർട്ടെക്സുകളിൽ എഡ്ജ് ഉണ്ടാവാനും പാടില്ല. അങ്ങനെ ഒരു ഗ്രാഫിന്റെ വെർട്ടെക്സ് സെറ്റിനെ പാർട്ടീഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ, which means such partition exists, then the graph is known as bipartite graph. Definition ഞാനൊന്ന് എഴുതിയിട്ട് അപ്പൊ ഇതൊന്ന് വായിച്ചു നോക്കാം. A simple graph G is called bipartite if its vertex set V can be partitioned into 2 disjoint subsets named as V1 and V2 such that, എന്താണ് കണ്ടീഷൻ? Every edge in the graph
that connects a vertex in V1 to a vertex in V2. ഇതാണ് കണ്ടീഷൻ, ഇതാണ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ C6 എന്ന ഗ്രാഫ് ബൈപാർട്ടേറ്റ് ഗ്രാഫാണ്. എക്സാമ്പിൾ ഓഫ് ബൈപാർട്ടേറ്റ് എന്ന് പറയുന്നത് C6. ഞാനിപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുന്ന ഒരു ബൈപാർട്ടീഷന്റെ എക്സാമ്പിൾ ആണ്. C6 ഈസ് എ ബൈപാർട്ടൈറ്റ് ഗ്രാഫ്. ഓക്കെ, ഇത് ചോദ്യം വരുന്നത് ഷോ ദാറ്റ് C6 ഈസ് ബൈപാർട്ടൈറ്റ്. ഇപ്പൊ C6 എന്ന ഗ്രാഫ് നിങ്ങളിപ്പോ കണ്ടു, 6 വെർട്ടെക്സ് വരുന്ന ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് ആണ് അല്ലെ? നമ്മൾ കുറച്ചു മുമ്പ് വരച്ചതാണ്, റിപ്പീറ്റ് ചെയ്യുന്നു. ഓക്കെ, അവിടെ വെർട്ടിസസിന് നമ്മൾ പേര് കൊടുത്തത് V1, V2, V3, V4, V5, V6. V1 വന്നു. ഇത് ബൈപാർട്ടൈറ്റ് ആവണമെങ്കിൽ ഇതിന്റെ വെർട്ടെക്സ് സെറ്റിൽ വരുന്നത് V1 മുതൽ V6 വരെയുള്ള വെർട്ടിസസ് ആണ്. നമുക്കിതിനെ 2 സെറ്റ് ആയിട്ട് തിരിക്കണം. ആ സെറ്റിൽ വരുന്ന വെർട്ടിസസുകളിൽ നിന്ന് V1 നിന്ന് V2 അല്ലേ എഡ്ജ് ഉള്ളത്. അപ്പൊ V1 അതായത് സ്മോൾ ലെറ്റർ V1 ക്യാപിറ്റൽ V1 സ്മോൾ ലെറ്റർ V2 ക്യാപിറ്റൽ V2 ആയിരിക്കണം അല്ലെ? V1 നിന്ന് V2 എഡ്ജ് ഉണ്ടാവണം. ഓക്കെ, അതുപോലെ അങ്ങനെയാണെങ്കിൽ സിമിലർലി V1, V3, V5, V1 V2, V4, V6 V2 വരും. അതായത് നിങ്ങൾക്ക് നോക്കിയറിയാം, V1 എന്ന വെർട്ടെക്സ് സെറ്റിനെ ഞാനിവിടെ ഇങ്ങനെ പേര് കൊടുത്തു, V1, V3, V5. V2 V2, V4, V6. നിങ്ങൾക്ക് ഗ്രാഫിൽ നോക്കിയറിയാം V1 നിന്ന് V2 എഡ്ജ് ഉണ്ട്, V2 നിന്ന് V3 എഡ്ജ് ഉണ്ട്, V3 നിന്ന് V4 എഡ്ജ് ഉണ്ട്, V4 നിന്ന് V5 എഡ്ജ് ഉണ്ട്, V5 നിന്ന് V6 എഡ്ജ് ഉണ്ട്, V6 നിന്ന് V1 എഡ്ജ് ഉണ്ട്. അപ്പൊ ഞാൻ വരച്ചിരിക്കുന്നത് V1 എന്ന സെറ്റിൽ നിന്ന് V2 മാത്രമാണല്ലോ എഡ്ജ് വന്നിട്ടുള്ളൂ. V1 നിന്ന് V3 V3 നിന്ന് V5 നമുക്ക് ഗ്രാഫില് എഡ്ജ് ഇല്ല. സോ ഈ ഒരു C6 എന്ന സൈക്കിള് ബൈപാർട്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതായത് അതിലെ വെർട്ടെക്സ് സെറ്റിനെ നമുക്ക് 2 ആക്കി തിരിക്കാൻ പറ്റുന്നുണ്ട്. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. Therefore, C6 is a bipartite graph. അങ്ങനെയാണെങ്കിൽ ഒരു നോട്ട് ബൈപാർട്ടൈറ്റ് ഗ്രാഫിന്റെ ഒരു എക്സാമ്പിൾ ആണ് K3. എന്താ K3? 3 വെർട്ടെക്സ് ഉള്ള കംപ്ലീറ്റ് ഗ്രാഫ് ആണ് അല്ലെ? അപ്പൊ ഇനി സിമ്പിൾ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറിയണം, K3 C6 സൈക്കിൾ ആണ്, 6 വെർട്ടെക്സ് ഉണ്ട്. K3 3 വെർട്ടെക്സ്, K3യും C3യും സെയിം തന്നെയാണ് കേട്ടോ. ഇതിന്റെ ഇടയിൽ നമുക്കൊരു എഡ്ജ് വരയ്ക്കാനില്ല. സോ K3 ബൈപാർട്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദ്യം. അതായത് നമുക്കിവിടെ V1 എന്നും V2 എന്നും 2 വെർട്ടെക്സ് സെറ്റ് ആയിട്ട് തിരിക്കണം. അപ്പൊ നമ്മളിവിടെ V1 നിന്ന് V2 എഡ്ജ് ഉണ്ട്. അപ്പൊ V1 ഇവിടെ നിൽക്കട്ടെ, V2 ഇവിടെ നിൽക്കട്ടെ. V2 നിന്ന് V3 എഡ്ജ് ഉണ്ട്. അപ്പൊ V3 ഇവിടെ നിൽക്കട്ടെ. പക്ഷെ അവിടെ വീണ്ടും കണ്ടീഷനെ അതായത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്ത ഒരു കാര്യം വന്നിട്ടുണ്ട്. V1 നിന്ന് V3 ഒരു എഡ്ജ് വരുന്നു. അത് ബൈപാർട്ടീഷന്റെ സ്റ്റേറ്റ്മെന്റിന്റെ കോൺട്രഡിക്ഷൻ ആണ്. There is no partition exist. നമ്മൾ പറഞ്ഞതുപോലത്തെ ഒരു പാർട്ടീഷൻ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതായത് നമുക്ക് എങ്ങനെ ചെയ്താലും അവിടെ വീണ്ടും ആ ഒരു കണ്ടീഷനെ മിസ്മാച്ച് ചെയ്യുന്ന രീതിയിൽ എഡ്ജ് വരികയാണ്. വേറെ രീതിയിൽ V1, V2 അല്ലെങ്കിൽ V2, V3 എന്നൊക്കെ തിരിച്ചു കഴിഞ്ഞാലും സെയിം തന്നെ വരുന്നു. Therefore, K3 is not bipartite. Okay. അപ്പൊ നമ്മൾ എക്സാമ്പിളിൽ C6 ബൈപാർട്ടൈറ്റ് ആണെന്നും K3 നോട്ട് ബൈപാർട്ടൈറ്റ് ആണെന്ന് കണ്ടു. ഇതുപോലെ തന്നെ വേറെ ഏത് ഗ്രാഫിന്റെ റെപ്രസെന്റേഷൻ വെച്ചാലും നമ്മൾ വെർട്ടെക്സ് സെറ്റിനെ തിരിച്ച് ചെയ്ത് നോക്കാം. സോ ദാറ്റ് ഈസ് ബൈപാർട്ടീഷൻ. ഇതിനൊപ്പം തന്നെ കംപ്ലീറ്റ് ബൈപാർട്ടൈറ്റ് ഗ്രാഫ്. KMN കംപ്ലീറ്റും ബൈപാർട്ടൈറ്റും ഒരുമിച്ച് വരുന്ന ഒരു ഡെഫിനിഷൻ ആണ്. ആൻഡ് ഇസ് ഡിനോട്ടഡ് ബൈ KMN. M എന്നുള്ളത് ഒരു വെർട്ടെക്സ് സെറ്റിലെ എലമെന്റ് നമ്പർ സെറ്റ് ഓഫ്, അതായത് പാർട്ടീഷൻ ആണല്ലോ.
എം എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് വെർട്ടിസസ്, എൻ എന്ന് പറയുന്നത് അടുത്ത സെറ്റ് ഓഫ് വെർട്ടിസസ്. ഇവിടെ ഞാനൊരു എക്സാമ്പിളിലൂടെ ഇത് കാണിച്ചു തരാം കേട്ടോ. എമ്മിന് 2 എന്നും 3ക്ക് എന്നിന് 3യും കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ രണ്ട് വെർട്ടെക്സ് സെറ്റ് ആയിട്ട് തിരിക്കുകയാണ്. K2 മീൻസ് രണ്ട് വെർട്ടെക്സ് സെറ്റ്, ഇതൊരു സെക്ഷൻ ആയിട്ട് തിരിക്കുന്നു. 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വെർട്ടിസസ് അടുത്ത സെറ്റ്. ഓക്കെ, 3 വെർട്ടെക്സുകളുടെ അടുത്ത സെറ്റ്. ഇവിടെ പറയുന്നത് there is every vertices from 2 ഫസ്റ്റ് m വെർട്ടെക്സ് സെറ്റിൽ നിന്ന് n വെർട്ടെക്സ് സെറ്റിലേക്ക് എല്ലാ വെർട്ടിസസുകൾക്കിടയിലും എഡ്ജ് ഉണ്ടായിരിക്കും. ദാറ്റ് ഇസ് നോൺ ആസ് കംപ്ലീറ്റ് ബൈപാർട്ടൈറ്റ്. അതായത് ആദ്യത്തെ ഇവിടെ നിന്ന് താഴത്തെ എല്ലാ വെർട്ടിസസിലേക്കും എഡ്ജ് ഉണ്ട്. അതുപോലെ തന്നെ അടുത്ത വെർട്ടെക്സിൽ നിന്ന് താഴത്തെ സെറ്റിലേക്ക് എല്ലാത്തിലേക്കും എഡ്ജ് ഉണ്ട്. ഇത്തരത്തിലുള്ള ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണെങ്കിൽ വിച്ച് ഗ്രാഫ്സ് ആർ കോൾഡ് കംപ്ലീറ്റ് ബൈപാർട്ടൈറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് K2 4 എന്തായിരിക്കും? ഫസ്റ്റ് സെറ്റില് ഫസ്റ്റ് പാർട്ടില് 2 വെർട്ടിസസും സെക്കൻഡ് പാർട്ടില് 4 വെർട്ടിസസും പറ്റും. കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സെറ്റിൽ നിന്ന് സെക്കൻഡ് സെറ്റിലെ എല്ലാ വെർട്ടിസസിലേക്കും എക്സാക്ട്ലി എഡ്ജ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സെക്കൻഡ് വെർട്ടെക്സും അങ്ങനെ എവരി പെയർ ഓഫ് ഇത്തരത്തിലുള്ള ഗ്രാഫിനെയാണ് കംപ്ലീറ്റ് ഗ്രാഫ്. ഹോംവർക്ക് K2 5 ചെയ്ത് നോക്കുക, K3 6 ചെയ്ത് നോക്കുക. ഓക്കെ, ദിസ് ഇസ് കംപ്ലീറ്റ് ബൈപാർട്ടൈറ്റ് ഗ്രാഫ്. ഓക്കെ, അപ്പൊ ഇന്ന് പഠിപ്പിച്ചത് ഒന്നുകൂടെ പറയാനാ. കണക്റ്റഡ് എന്താണെന്ന് ഒന്ന് വീണ്ടും പറഞ്ഞു. അതിനെ റിലേറ്റ് ചെയ്ത് വരുന്ന രണ്ട് തിയറം 1.2ഉം തിയറം 1.3യും. തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണോ തന്നിരിക്കുന്നത്, രണ്ട് പാർട്ട് പ്രൂവ് ചെയ്യേണ്ട തിയറമാണെങ്കിൽ, ഇഫ് ആൻഡ് ഓൺലി ഇഫ് വരുന്ന തിയറമാണെങ്കിൽ 2 സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൂവ് ചെയ്യണം. അതല്ല ഒറ്റ കണ്ടീഷൻ മാത്രമുള്ളെങ്കിൽ 1 സൈഡ് പ്രൂഫ് തിയറം പ്രൂവ് ചെയ്യുക. ഈ തിയറത്തിൽ 1.1 തിയറം അപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ ആ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റും പ്രൂഫും നിർബന്ധമായിട്ടും വേണം. അടുത്തത് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ്. ഒരു സിമ്പിൾ ഗ്രാഫിൽ മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് n × n-1/2 ആണ്. ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു തിയറം കൂടെ പഠിക്കാനുണ്ട്, തിയറം 1.4. അത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു തിയറാണ്. അതിന് മാത്തമാറ്റിക്കൽ കമ്പ്യൂട്ടേഷൻസ് ഒക്കെ വരുന്ന ഒരു തിയറാണ്. നൗ അടുത്തത് കംപ്ലീറ്റ് ഗ്രാഫ് പഠിപ്പിച്ചു, സൈക്കിൾസ്, ബൈപാർട്ടൈറ്റ് ഗ്രാഫ് ആൻഡ് കംപ്ലീറ്റ് ബൈപാർട്ടൈറ്റ് ഗ്രാഫ്. ഇത്രയും ഡെഫിനിഷൻസ് എല്ലാം വൃത്തിയായിട്ട് പഠിക്കാം. അതുപോലെ തന്നെ അസൈൻമെന്റിന് 4 ക്വസ്റ്റ്യൻസ് അയച്ചിട്ടുണ്ട്. അത് 4ഉം January 5 മുമ്പായിട്ട് ഡിപ്പാർട്ട്മെന്റിൽ എത്തിക്കാം. ഓക്കെ, ഓക്കെ ആണോ? അസൈൻമെന്റ് ഓൺലൈൻ സബ്മിഷൻ പോരെ? അസൈൻമെന്റ് ഓൺലൈൻ സബ്മിറ്റ് ചെയ്തോ? പറ്റില്ലല്ലോ, എനിക്ക് അതിന്റെ പ്രൂഫ് വെക്കണമായിരുന്നു. സീരീസിന് വരെ വെക്കുന്ന പോലെ നിങ്ങൾ എന്താണെങ്കിലും കോളേജിൽ വരുന്നില്ലേ? അന്നേരം വെച്ചാ മതി എന്നാ. ഓക്കെ, അപ്പോഴത്തേക്കും ഒന്ന് എത്തിച്ചാൽ മതി. ഞാൻ എന്നാ 5 എന്നുള്ള ഡേറ്റ് അത് ഞാനിപ്പോ ക്രിയേറ്റ് ചെയ്തതിൽ അങ്ങനെ കിടക്കുന്നുണ്ട്. കുഴപ്പമില്ല, നിങ്ങൾ ആ 18-ാം തീയതി തോന്നുന്നു നമ്മുടെ മാത്സിന്റെ സീരീസ് എക്സാം. അപ്പോൾ മാത്സിന്റെ എക്സാം ആകുമ്പോഴത്തേക്കും നമുക്ക് 2 മൊഡ്യൂൾ കവർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കണം. 2 മൊഡ്യൂളിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആക്കി സീരീസ് 1 അറേഞ്ച് ചെയ്യാം. നന്നായിട്ട് പഠിച്ചേക്കാം. അപ്പോഴത്തേക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തേക്കാം. അറ്റൻഡൻസ്